നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടക്കുന്നത് കള്ളക്കടത്തിലൂടെ നേടിയെടുത്ത സ്വർണം പങ്കുവയ്ക്കുന്നതിലുള്ള തർക്കമാണ് എന്നാണ് ശോഭാ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടത്. കേരളത്തിലെ സർക്കാരും സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു MLA-യും തമ്മിൽ നടക്കുന്ന വാഗ്വാദങ്ങൾ ഇതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്നുകൂടി ശോഭാ സുരേന്ദ്രൻ എടുത്തു പറയുന്നു. പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് ശോഭാ സുരേന്ദ്രന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വർണ്ണ ഹവാലയാണ് നടക്കുന്നത്. സ്വർണം കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ മുതലായ കാര്യങ്ങൾക്ക് സർക്കാർ കൂട്ടുനിൽക്കുന്നു. സർക്കാർ സ്പോൺസേഡ് പ്രോഗ്രാമായി തന്നെയാണ് ഇത് നടക്കുന്നത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടത്. ഭരണപക്ഷത്തെ ഒരു MLA ആണ് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനെതിരെയും ആഭ്യന്തര വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും മകളുടെ ഭർത്താവായ മന്ത്രി മുഹമ്മദ് റിയാസിനുമെല്ലാം സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങളായി ബന്ധമുണ്ട് എന്ന് പറയുന്നത് ഭരണപക്ഷ MLA ആയ PV അൻവറാണ്. PV അൻവർ ഇത്രത്തോളം ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടും ADGP MR അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തി ഒരു അന്വേഷണം നടത്തുവാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നുള്ളതും ഏറെ വിചിത്രം തന്നെയാണ്. മുഖ്യമന്ത്രി പറയുന്നത് അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഈ ഗെയിമിൽ, അതായത് മുഖ്യമന്ത്രിയും PV അൻവറും തമ്മിൽ നടക്കുന്ന ഈ ഗെയിമിൽ ആർക്കാണ് നഷ്ടം, ആർക്കാണ് ലാഭം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമാണ് ഈ തർക്കത്തിലേക്ക് വഴിവെച്ച കാര്യങ്ങൾ എന്നാണ് പരക്കെ ഉയർന്നു കേൾക്കുന്ന ആക്ഷേപം. മുഖ്യമന്ത്രിയും PV അൻവറും ഒരേ തൂവൽ പക്ഷികളാണ്. ഒരേ തരത്തിലുള്ള കുറ്റങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണ കള്ളക്കടത്തുകാരെ വെച്ച് സ്വർണം കടത്തുകയോ സ്വർണം പൊട്ടിക്കുകയോ PV അൻവർ ചെയ്യുമ്പോൾ, മുഖ്യമന്ത്രി ആവട്ടെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും ആ ഉദ്യോഗസ്ഥന് കീഴിലുള്ള ആളുകളെയും വെച്ചാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുന്നത്. അവർ നടത്തുന്നത് സ്വർണം പൊട്ടിക്കലാണ്. ഇത് രണ്ടും ഒരേ തരത്തിലുള്ള കുറ്റകൃത്യം തന്നെയാണ്. ഈ കുറ്റകൃത്യത്തിൽ ആരാണ് വലുത്, ആരാണ് ചെറുത്, ആരാണ് ചേട്ടൻ ബാബ, ആരാണ് അനിയൻ ബാബ എന്ന തർക്കം മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. അഥവാ ഈ സ്വർണം കള്ളക്കടത്തിലൂടെയും പൊട്ടിക്കലിലൂടെയും എല്ലാം സ്വർണം പങ്കുവയ്ക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ മാത്രമാണ് ഉയർന്നു കേൾക്കുന്നത് എന്നാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം. PV അൻവർ ആകട്ടെ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയനെയും ഈ കേസിൽ കുടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തരിൽ വിശ്വസ്തൻ എന്ന് പറയപ്പെടുന്ന ക്രമസമാധാന ചുമതലയുള്ള ADGP-യെ ഏത് വിധേനയും തൽസ്ഥാനത്ത് നിന്നും മാറ്റണം, സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയോടും പാർട്ടി സെക്രട്ടറിയോടും PV അൻവർ എഴുതി കൊടുത്ത പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങൾ, സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ എങ്ങനെയാണ് ഇത്തരം ഇടപാടുകൾ നടത്തുന്നത്, പോലീസ് ഉദ്യോഗസ്ഥന്മാർ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സ്വർണം പൊട്ടിക്കൽ കേസുകളുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ ദൃശ്യങ്ങൾ അടങ്ങിയ വീഡിയോ അടക്കമാണ് മുഖ്യമന്ത്രിക്ക് PV അൻവർ തെളിവ് സഹിതമാണ് രേഖാമൂലം പരാതി നൽകിയത് എന്നാണ് പറയാൻ കഴിയുന്നത്. പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ഈ കള്ളക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിക്കും പങ്കുണ്ട്. P ശശിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിക്കുമെല്ലാം ഇതിൽ പങ്കുണ്ട്, ഈ കച്ചവടത്തിൽ പങ്കുണ്ട്. ഇതാണ് ഇതിലെ ഏറ്റവും വലിയ ഗെയിം എന്ന് തന്നെയാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പരാതി. എന്തായാലും PV അൻവറും മുഖ്യമന്ത്രിയും ഒരേ തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് രാഷ്ട്രീയ പ്രതിയോഗികൾ ഉയർത്തുന്ന ആരോപണം. മുഖ്യമന്ത്രിയെ ഏത് വിധേനയും ഈ കേസുമായി ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ് PV അൻവർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ PV അൻവർ അതിന് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു. കാരണം സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായി ചില മത തീവ്രവാദ ശക്തികൾക്ക് ബന്ധമുണ്ടെന്നും ഈ മത തീവ്രവാദ ശക്തികളുമായി PV അൻവറിന് വളരെ അടുത്ത ബന്ധമാണുള്ളതെന്നും ADGP മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി തന്നെ അന്വേഷണം വരും എന്ന് തിരിച്ചറിഞ്ഞ PV അൻവർ ADGP-യും ADGP-യുടെ കീഴിലുള്ള പോലീസ് സംഘങ്ങളും എങ്ങനെയാണ് സ്വർണം പൊട്ടിക്കൽ പരിപാടി നടത്തുന്നത് എന്നുള്ളത് വീഡിയോ സഹിതമാണ് മുഖ്യമന്ത്രിക്ക് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ വേണ്ടി വന്നാൽ മാധ്യമങ്ങൾക്കും കൊടുക്കും എന്ന് തന്നെയാണ് PV അൻവർ തുറന്നടിച്ചിരിക്കുന്നത്. മാത്രമല്ല, കോൺസുലേറ്റ് വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് വീണ്ടും ഒരു ചർച്ചയായി ഉയർന്നു വരികയാണെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പൂട്ടാൻ ഉതകുന്ന തരത്തിലുള്ള ചർച്ചയായി മാറും. അതുകൊണ്ട് തന്നെ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കോൺസുലേറ്റ് വഴിയുള്ള സ്വർണ്ണക്കടത്തിലേക്ക് വഴിതിരിഞ്ഞു പോവുകയാണെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഈ കേസിൽ പെടും. അത് തന്നെയാണ് PV അൻവർ ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്.
എന്നാൽ ഇസ്ലാമിസ്റ്റുകളുമായി ചേർന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുവാനുള്ള തത്രപ്പാടിലാണ് PV അൻവർ. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും CPM-ൽ നിന്നും വിഘടിച്ചു പുറത്തു പോകുവാൻ വേണ്ടി PV അൻവർ നടത്തുന്ന ഈ നാടകങ്ങൾ ഒരു കാരണവശാലും കണ്ടില്ല എന്ന് നടിക്കാനാവില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും എതിരെ PV അൻവർ നടത്തുന്ന ഇത്തരം പ്രചരണ പരിപാടികൾക്ക് കൃത്യമായി തന്നെ മറുപടി കൊടുക്കണം. PV അൻവറിനെതിരെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കണം എന്ന് തന്നെയാണ് MV ഗോവിന്ദൻ പാർട്ടി അണികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറത്തും നിലമ്പൂരിലുമെല്ലാം കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും PV അൻവറിനെതിരെ പ്രതിഷേധ റാലികൾ സംഘടിപ്പിക്കപ്പെട്ടു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. എന്നാൽ PV അൻവറിന് ഒരു പാർട്ടി ഉണ്ടാക്കി പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ തന്നെയുള്ള ചില നിയമത്തിന്റെ നൂലാമാലകളുണ്ട് എന്നും CPM ഉയർത്തി കാണിക്കുന്നുണ്ട്. അതായത് സ്വതന്ത്ര MLA ആയി മത്സരിച്ച് ജയിച്ചു വന്ന CPM-ന്റെ പിന്തുണയോടുകൂടി സ്വതന്ത്ര MLA ആയി ജയിച്ചു കയറി വന്ന PV അൻവറിന് മറ്റൊരു പാർട്ടി ഉണ്ടാക്കുകയോ മറ്റൊരു പാർട്ടിയിൽ ലയിക്കുന്നതിനോ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഭരണഘടനയുടെ 10-ാം ഷെഡ്യൂൾ അനുച്ഛേദമനുസരിച്ച് അത് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഉള്ള കുറ്റകൃത്യത്തിലേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം PV അൻവറിനെതിരെ ഒരു നടപടി ഉണ്ടാകുകയാണെങ്കിൽ വരുന്ന 10 വർഷക്കാലത്തേക്ക് PV അൻവറിന് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുവാനോ മത്സരിക്കുവാനോ സാധിക്കില്ല എന്നുള്ളൊരു നിയമം ഉയർത്തി കാണിച്ചു തന്നെയാണ് ഇപ്പോൾ CPM PV അൻവറിന്റെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തെ എതിർക്കുന്നതും തടയിടുന്നതും. എന്നാൽ ഇതിനെല്ലാം കൃത്യമായ രീതിയിൽ നിയമവ്യാഖ്യാനങ്ങൾ അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം തന്നെയാണ് PV അൻവർ മുന്നോട്ട് പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തികച്ചും ഇസ്ലാമിസ്റ്റുകളുടെ പിന്തുണയോടുകൂടി പിണറായി വിജയനെയും പിണറായി വിജയൻ നയിക്കുന്ന CPM സർക്കാരിനെയും വലിച്ചു താഴെയിടുക എന്നുള്ളത് തന്നെയാണ് PV അൻവർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നതെന്നും പ്രതിപക്ഷത്തിന്റെ കയ്യിൽ വടിയായിക്കൊണ്ട് തന്നെ ഭരണപക്ഷ MLA ആയ PV അൻവർ വർത്തിക്കുന്നതിനാൽ അത് CPM-ന് തലവേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഏത് വിധേനയും CPM-ലെ അണികൾ എല്ലാവരും ഒത്തുചേർന്ന് PV അൻവറെ ഏത് വിധേനയും തറപറ്റിക്കണം എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ തകർക്കണം എന്നുള്ള അലിഖിതമായ ഒരു തിട്ടൂരൻ തന്നെയാണ് MV ഗോവിന്ദൻ പാർട്ടി സഖാക്കൾക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും പിണറായി വിജയനും PV അൻവറും ഒരേ തൂവൽ പക്ഷികളായി കേരളത്തിലെ സ്വർണ്ണ ഹവാല ഇടപാടുകളിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നത്. ഇക്കാര്യത്തിൽ എന്ത് തരത്തിലുള്ള ഒരു തീരുമാനമാണ് ഉണ്ടാവുക എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇപ്പോൾ പിണറായി വിജയൻ ഡൽഹിയിലാണ് ഉള്ളത്. പിണറായി വിജയൻ നാട്ടിലേക്ക് എത്തുമ്പോൾ DGP ADGP-ക്കെതിരെയുള്ള ഇത്തരം കാര്യങ്ങൾ, അതായത് PV അൻവർ ഏതാണ്ട് 10ഓളം കേസുകളാണ് ADGP-ക്കെതിരെ ഉന്നയിച്ചിരുന്നത്. ഇത് DGP-യുടെ അന്വേഷണത്തിൽ നിന്നും ബോധ്യപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി ഇവയെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് DGP പിണറായി വിജയൻ ഒരു റിപ്പോർട്ട് നൽകുന്നതായിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ അതിനടുത്ത ദിവസം തന്നെ ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ADGP-യെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി നിർത്തി സംരക്ഷിക്കുവാനാണ് പിണറായി വിജയന്റെ പ്ലാൻ എന്നറിയുന്നതോടുകൂടി തന്നെയാണ് PV അൻവറിന് കൂടുതൽ കലിയായത്. അതുകൊണ്ട് ഒരു കാരണവശാലും ADGP-യെ ഇനി സർവീസിൽ നിർത്താതിരിക്കുവാൻ വേണ്ടിയുള്ള വകുപ്പുകൾ ചേർത്ത് തന്നെയാണ് PV അൻവർ കേസ് നൽകിയിരിക്കുന്നത്. എന്തായാലും CPI-യുടെ കടുത്ത സമ്മർദ്ദം ഇക്കാര്യത്തിൽ പിണറായി വിജയന് മേലുണ്ട്. CPI-യുടെയും ഇടതുപക്ഷത്തിൻ്റെയും പ്രഖ്യാപിത നയമാണ് സംഘപരിവാർ ശക്തികളുമായി യാതൊരു തരത്തിലും ബന്ധം പുലർത്തരുത് എന്നുള്ളത്. സംഘപരിവാർ ശക്തികളുമായി ADGP MR അജിത് കുമാർ ചർച്ച നടത്തി എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആക്ഷേപം. അതായത് തൃശ്ശൂരിൽ RSSന്റെ ചുമതലയുള്ള ദേശീയ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളയെയും കോവളത്തും തിരുവനന്തപുരത്തുമായി രാംമാധവനെയും ADGP സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പിണറായി വിജയന്റെ മകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിൽ നിന്നും പിണറായിയുടെ മകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ADGP പിണറായി വിജയന്റെ അനുവാദത്തോടു കൂടി അല്ലെങ്കിൽ പിണറായി വിജയന്റെ ദൂതനായിക്കൊണ്ട് RSS നേതാക്കളെ കണ്ടതാണ് എന്നാണ് ഇപ്പോൾ PV അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. ഇത് തന്നെയാണ് CPI-യും ഉന്നയിച്ചിരിക്കുന്നത്. എന്തിനാണ് സംഘപരിവാർ ശക്തികളെ ഇടതുപക്ഷത്തിന്റെ ഒരു ഉദ്യോഗസ്ഥൻ, ഇടതുപക്ഷ സർക്കാരിന്റെ ഉദ്യോഗസ്ഥൻ പോയി കണ്ടത്? അതുകൊണ്ട് പിണറായി വിജയന് മേലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മേലെ CPM കടുത്ത സമ്മർദ്ദം ഏർപ്പെടുത്തിയിരിക്കുന്നു. ADGP-യെ ഏത് വിധേനയും സസ്പെൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് CPI-യുടെയും സമ്മർദ്ദം. പിണറായി വിജയൻ കേരളത്തിലേക്ക് തിരിച്ചെത്തിയാൽ DGP-യുടെ റിപ്പോർട്ട് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ADGP-യെ തലസ്ഥാനത്ത് തുടരാൻ അനുവദിക്കാൻ പറ്റില്ല എന്ന നിലപാടിൽ തന്നെയാണ് CPI മുന്നോട്ട് പോകുന്നത്. പിണറായി വിജയന് ഇനിയും ADGP-യെ സംരക്ഷിച്ചു നിർത്താൻ സാധിക്കില്ല. ADGP-യെ സസ്പെൻഡ് ചെയ്യുവാൻ പിണറായി വിജയൻ നിർബന്ധിതനാവും. ADGP തെറിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്.